നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ കസ്റ്റംസ് നിയമം, അതായത് 1962 ആക്ട്, അതിലെ ഒരു പ്രത്യേക അധികാരത്തെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ആ നിയമത്തിലെ ചില പ്രധാന ഭാഗങ്ങൾ തന്നെയാണ്. സാധാരണ നിയമങ്ങൾ, പ്രത്യേകിച്ച് ഈ കസ്റ്റംസുമായി ബന്ധപ്പെട്ടതൊക്കെ ഭയങ്കര കർശനമാണെന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ നിയമങ്ങളിൽ നിന്ന് തന്നെ ഇളവ് നൽകാൻ ഗവൺമെന്റിനൊരു അധികാരമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഒരു പ്രധാനപ്പെട്ട അധികാരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കസ്റ്റംസ് ആക്ടിലെ ചാപ്റ്റർ 4IC. ഇത് കേന്ദ്ര ഗവൺമെന്റിന് ചില നിയമ നടപടികളിൽ നിന്ന്, അതായത് ചാപ്റ്റർ 4IA, 4IB എന്നിവയിലെ വ്യവസ്ഥകളിൽ നിന്ന് ഇളവ് നൽകാനുള്ള ഒരു പവർ നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇളവ് നൽകാനുള്ള അധികാരം? എപ്പോഴാണ് ഗവൺമെന്റ് ഇത് ഉപയോഗിക്കുക? പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ അല്ലെങ്കിൽ വ്യാപാര രംഗത്തുള്ളവരെ ഇതെങ്ങനെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്? നമുക്ക് ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? ഈ ചാപ്റ്റർ IVCയെക്കുറിച്ച് പറയുന്നതിനു മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിന് തൊട്ടു മുൻപുള്ള 2 ചാപ്റ്ററുകളുണ്ടല്ലോ, IVA, IVB. അവയെക്കുറിച്ച് വളരെ വളരെ ചുരുക്കത്തിലൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം അത് നല്ലതാണ്. ഈ ചാപ്റ്ററുകളിലെ നിയമങ്ങളിൽ നിന്നുള്ള ഇളവാണല്ലോ ഈ IVCയിൽ പറയുന്നത്. അപ്പോ എന്തായിരുന്നു ആ IVA, IVB ചാപ്റ്ററുകളുടെ പ്രധാന ലക്ഷ്യം? ശരിയാണ്. ചാപ്റ്റർ IVA അത് ശരിക്കും നിയമവിരുദ്ധമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ചില സാധനങ്ങൾ, നിയമം അതിനെ നോട്ടിഫൈഡ് ഗുഡ്സ് എന്നാണ് പറയുക. അത്തരം സാധനങ്ങൾ കണ്ടെത്തുക, അവയുടെ അനധികൃതമായ കൈമാറ്റം തടയുക, അതാണ് പ്രധാന ലക്ഷ്യം. ഈ നോട്ടിഫൈഡ് ഗുഡ്സ് കൈവശം വെക്കുന്നവർ ചില കാര്യങ്ങൾ പാലിക്കണം നിയമപ്രകാരം. എങ്ങനെയുള്ള കാര്യങ്ങൾ? ഒരുപാട് കടലാസ് പണികളൊക്കെ ഉള്ളതാണോ അത്? അതെ, ഒരു പരിധിവരെ അങ്ങനെയുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാല്, ഈ നോട്ടിഫൈഡ് എന്ന് പറയുന്ന സാധനങ്ങളെ എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്ന് കസ്റ്റംസ് അധികാരികളെ അറിയിക്കണം. പിന്നെ അവയുടെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കണം, സ്റ്റോക്ക് രജിസ്റ്റർ പോലെ. മാത്രമല്ല, ഈ സാധനങ്ങൾ ആർക്കെങ്കിലും വിൽക്കുകയോ കൈമാറുകയോ ചെയ്യുമ്പോൾ അതിന് കൃത്യമായ രേഖകൾ, അതായത് വൗച്ചറുകൾ നൽകണം. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ആ സാധനങ്ങളുടെ നീക്കം ട്രാക്ക് ചെയ്യാനും നിയമവിരുദ്ധമായി വന്നതാണെങ്കിൽ അത് കണ്ടെത്താനും തടയാനും വേണ്ടിയാണ്. ഓക്കെ. അത് ഇറക്കുമതിയുടെ കാര്യം. അപ്പോൾ ചാപ്റ്റർ 4VBയും ഏതാണ്ട് ഇതുപോലത്തെ ലക്ഷ്യമുള്ളതാണോ? ഒരുപക്ഷെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടതാകുമോ അത്? അതെ, നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്. ചാപ്റ്റർ 4IV ലക്ഷ്യം വെക്കുന്നത് നിയമവിരുദ്ധമായ കയറ്റുമതി തടയുന്നതിലാണ്. പ്രിവെൻഷൻ ഓർ ഡിറ്റക്ഷൻ ഓഫ് ഇല്ലീഗൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇവിടെയും ചില പ്രത്യേക സാധനങ്ങളുണ്ട്. അതിനെ സ്പെസിഫൈഡ് ഗുഡ്സ് എന്നാണ് നിയമം പറയുന്നത്. അതുപോലെ കള്ളക്കടത്തിന് സാധ്യത കൂടുതലുള്ള ചില പ്രത്യേക സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങൾ, അങ്ങനെയുള്ളവയെ സ്പെസിഫൈഡ് ഏരിയയായും ഗവൺമെന്റിന് നോട്ടിഫൈ ചെയ്യാം. ഈ സ്പെസിഫൈഡ് ഗുഡ്സ് അത് സ്പെസിഫൈഡ് ഏരിയയിൽ കൈവശം വെക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനുമൊക്കെ ഏതാണ്ട് നേരത്തെ പറഞ്ഞ പോലത്തെ നിബന്ധനകളുണ്ട്. അതായത് സ്ഥലമറിയിക്കണം, കണക്ക് സൂക്ഷിക്കണം, കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പോർട്ട് വൗച്ചറുകൾ കയ്യിൽ കരുതണം എന്നൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ഈ 2 ചാപ്റ്ററുകളും, IVA ആയാലും 4IV ആയാലും, കള്ളക്കടത്ത് തടയാനും സാധനങ്ങളുടെ ഒരു നിയമപരമായ ഒഴുക്കുറപ്പാക്കാനും വേണ്ടിയുള്ള കുറച്ച് കർശനമായ നടപടിക്രമങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ കർശനമായ നിബന്ധനകൾ, റിപ്പോർട്ടിംഗ്, കണക്ക് സൂക്ഷിക്കൽ, ഓരോ നീക്കത്തിനും രേഖകൾ തയ്യാറാക്കൽ, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ഇളവ് നൽകാനുള്ള ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു സാധ്യത യെക്കുറിച്ചാണ് ചാപ്റ്റർ 4C സംസാരിക്കുന്നത്. ഇതിലാകെ ഒരൊറ്റ സെക്ഷനേ ഉള്ളൂ എന്ന് പറഞ്ഞു, സെക്ഷൻ 11N, പവർ ടു എക്സെംപ്റ്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ഫോക്കസ്, അല്ലേ? എന്താണ് ഈ സെക്ഷൻ 11N കൃത്യമായി ചെയ്യുന്നത്? ആർക്കാണ് ഈ അധികാരം? അതെ, ചാപ്റ്റർ IVCയിൽ ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. സെക്ഷൻ 11N, ഒഴിവാക്കാനുള്ള അധികാരം. ഇത് കേന്ദ്ര ഗവൺമെന്റിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധികാരം നൽകുന്നുണ്ട്. ഈ സെക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര ഗവൺമെന്റിന് പൊതു താൽപര്യാർത്ഥം, അതായത് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ്, അങ്ങനെ ചെയ്യുന്നത് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി, അതായത് ഒരു വിജ്ഞാപനം വഴി, ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള സാധനങ്ങളെ,
ബുഡ്സ് ഓഫ് എനി ക്ലാസ് ഓർ ഡിസ്ക്രിപ്ഷൻ. ഒന്നുകിൽ ചാപ്റ്റർ IVAയിലെ അല്ലെങ്കിൽ ചാപ്റ്റർ IVBയിലെ എല്ലാ നിയമങ്ങളിൽ നിന്നുമോ അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും പ്രത്യേക നിയമങ്ങളിൽ നിന്നുമോ ഒഴിവാക്കാമെന്നാണ്. ഓക്കെ. അതായത് നേരത്തെ പറഞ്ഞ ആ കർശനമായ നിയമങ്ങൾ ചില സാധനങ്ങൾക്ക് ബാധകമല്ലാതാക്കാൻ ഗവൺമെന്റിന് സാധിക്കും. ഈ ഒഴിവാക്കൽ അത് എങ്ങനെയായിരിക്കും? പൂർണ്ണമായി ഒഴിവാക്കുമോ അതോ എന്തെങ്കിലും കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കുമോ? രണ്ട് രീതിയിലുമാകാം. നിയമം പറയുന്നത് അബ്സല്യൂട്ട്ലി ഒഴിവാക്കാം, അല്ലെങ്കിൽ സബ്ജക്ട് ടു സെർച്ച് കണ്ടീഷൻസ്, ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ഒഴിവാക്കാമെന്നാണ്. പൂർണ്ണമായി ഒഴിവാക്കിയാൽ പിന്നെ ആ സാധനങ്ങൾക്ക് ഈ പറഞ്ഞ IVA അല്ലെങ്കിൽ IVB ചാപ്റ്ററുകളിലെ നിബന്ധനകളൊന്നും ബാധകമായിരിക്കില്ല. വ്യവസ്ഥകൾക്ക് വിധേയമായി എന്ന് പറയുമ്പോഴോ? അതിനൊരു ഉദാഹരണം പറയാമോ? പറയാം. ഉദാഹരണത്തിന് ഒരു പക്ഷേ ഗവൺമെന്റ് പറയാം, ഇന്ന അളവിൽ കുറഞ്ഞ അളവിലുള്ള സാധനങ്ങൾ കൈവശം വെക്കുമ്പോൾ നിങ്ങൾ കണക്ക് സൂക്ഷിക്കേണ്ടതില്ല. അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് മാത്രം, ഇപ്പൊ ഗവേഷണത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണെങ്കിൽ അത് സൂക്ഷിക്കുന്ന സ്ഥലം നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടതില്ല എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് വെക്കാം. ആ സാഹചര്യമനുസരിച്ച്, ആ സാധനത്തിന്റെ സ്വഭാവമനുസരിച്ച് ഈ വ്യവസ്ഥകൾ മാറും. അത് ഗവൺമെന്റിന്റെ വിവേചനാധികാരമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഈ പൊതുതാൽപര്യം, ഇന്ന് പബ്ലിക് ഇൻട്രസ്റ്റ് എന്നതാണെന്ന് തോന്നുന്നു. എന്താണ് ഈ പൊതുതാൽപര്യം എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? നിയമം അതിന് വ്യക്തമായ ഒരു നിർവചനം കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതാണ് രസകരം. നിയമത്തിൽ പൊതുതാൽപര്യാർത്ഥം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന് ഇന്നിന്ന കാര്യങ്ങളാണ് പൊതുതാൽപര്യം എന്നൊരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു നിർവചനം ഈ സെക്ഷനിൽ നൽകുന്നില്ല. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചും ഗവൺമെന്റും ഒരുപക്ഷെ കോടതികളും വ്യാഖ്യാനിക്കേണ്ട ഒന്നാണ്. വളരെ വളരെ വിശാലമായ ഒരു വാക്കാണത്. അപ്പോ എന്തൊക്കെ സാഹചര്യങ്ങളിലാവാം ഗവൺമെന്റ് ഈ അധികാരം, ഈ സെക്ഷൻ 11N പ്രകാരമുള്ള പവർ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്? നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? അയങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ അവരുപയോഗിക്കുന്ന ചില അസംസ്കൃത വസ്തുക്കൾക്ക് ഈ നിയമങ്ങളിലെ നൂലാമാലകൾ, അതായത് ഈ റിപ്പോർട്ടിംഗ് ഭാരമൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നത് സഹായകമായേക്കാം. ചിലപ്പോ ഈ IVA, IVB എന്നിവയിലെ നടപടിക്രമങ്ങൾ പാലിക്കുക എന്നത് പ്രായോഗികമായിട്ട് ചില സാധനങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് സർക്കാരിന് തോന്നിയേക്കാം. ഉദാഹരണത്തിന്, പെട്ടെന്ന് കേടുവരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില കമ്മോഡിറ്റീസ്, അതിനൊക്കെ ഓരോ ചെറിയ നീക്കത്തിനും ഈ വൗച്ചർ തയ്യാറാക്കുക, റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് വ്യാപാരത്തെ വല്ലാതെ ബാധിച്ചേക്കാം. അതുപോലെ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ, ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തമുണ്ടായി, ആ സമയത്ത് സാധനങ്ങൾ വേഗത്തിൽ എത്തിക്കണം. അപ്പോൾ ഈ നിയമങ്ങളിലെ പ്രൊസീജറൊക്കെ ഒഴിവാക്കുന്നത് പൊതുതാൽപര്യമായിട്ട് കണക്കാക്കാം. പൊതുതാൽപര്യമായിട്ട് കണക്കാക്കണം, അത് ശരിയാണ്. പക്ഷേ പൊതുവെ പലർക്കും അത് ഭയങ്കര പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് നിയമം കർശനമായിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വരുമ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു അയവ് വരുത്താനുള്ള ഒരു ടൂളാണിത്. ഇത് ശരിക്കും നമ്മുടെ വ്യാപാര സമൂഹത്തിന്, പ്രത്യേകിച്ച് ഈ ഇറക്കുമതി കയറ്റുമതി രംഗത്തുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലേ? കാരണം ഈ കടലാസ് പണികളൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാപ്റ്റർ IVA, IVB എന്നിവയിലെ നടപടിക്രമങ്ങൾ, അതായത് ഈ സ്ഥലം അറിയിക്കൽ, കണക്ക് സൂക്ഷിക്കൽ, ഓരോ ട്രാൻസാക്ഷനും രേഖയുണ്ടാക്കൽ, ഇതൊക്കെ ചിലപ്പോൾ ചില ബിസിനസ്സുകൾക്ക്, പ്രത്യേകിച്ച് ചെറുകിടക്കാർക്ക് അതൊരു അധിക ഭാരവും സമയനഷ്ടവും ഉണ്ടാക്കിയേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ളൊരു സാമ്പത്തിക താൽപ്പര്യം, അതും ഒരു പൊതുതാൽപര്യമാണല്ലോ, അത് പരിഗണിച്ച് ഈ അധികാരം ഉപയോഗിച്ച് ഇളവുകൾ നൽകുന്നത് ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വ്യാപാരം സുഗമമാക്കാൻ സഹായിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. ഈ ഇളവുകൾ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയില്ലേ? കള്ളക്കടത്ത് പോലുള്ള കാര്യങ്ങൾക്ക് ഇതൊരു പഴുതായി മാറാൻ സാധ്യതയില്ലേ? അതൊരു വാലിഡ് കൺസേൺ ആണ്. തീർച്ചയായും ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ അധികാരം പൊതുതാൽപര്യാർത്ഥം മാത്രം ഉപയോഗിക്കണമെന്ന് നിയമം എടുത്ത് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും ഇളവുകൾ പൂർണ്ണമായ ഒന്നായിരിക്കില്ല. മിക്കവാറും ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും നൽകുക. അപ്പോ ആ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടതും അത് ഉറപ്പാക്കേണ്ടതും ഗവൺമെന്റിന്റെ, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ശരിക്കും ഈ നിയന്ത്രണവും വ്യാപാര സൗഹൃദ അന്തരീക്ഷവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ സെക്ഷൻ എന്ന് പറയാം.
അപ്പോൾ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഈ ഇറക്കുമതി, കയറ്റുമതി ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ, അവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം തങ്ങളുടെ കൈവശമുള്ള സാധനങ്ങൾ ഈ പറയുന്ന നോട്ടിഫൈഡ് ഗുഡ്സ് IVA അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഗുഡ്സ് IVB എന്ന കാറ്റഗറിയിൽ പെടുമോ എന്നതാണ്, അല്ലേ? അതെ അതെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യം അത് പരിശോധിക്കണം. ഇനി അഥവാ പെടുന്നുണ്ടെങ്കിൽ അടുത്തതായി നോക്കേണ്ടത് ഈ സെക്ഷൻ 11N പ്രകാരം ഗവൺമെന്റ് എന്തെങ്കിലും ഇളവുകൾ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വഴി നിങ്ങളുടെ ആ പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ എന്നാണ്. ഈ വിവരങ്ങളൊക്കെ സാധാരണ എവിടെ നിന്നാണ് ലഭിക്കുക, ഈ നോട്ടിഫിക്കേഷനുകളൊക്കെ? സാധാരണയായിട്ട് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റുകൾ, CBICയുടെ വെബ്സൈറ്റ്, അല്ലെങ്കിൽ സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ, ഗസറ്റ് ഓഫ് ഇന്ത്യ, ഇതിലൊക്കെ ഈ വിജ്ഞാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും. നിങ്ങളുടെ ബിസിനസ്സിനെ നേരിട്ട് ബാധിക്കുന്ന നിയമപരമായ മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ കിട്ടാൻ സാധ്യതയുള്ള ഇളവുകളെക്കുറിച്ചുമൊക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനം എളുപ്പമാക്കാനും അറിയാതെ നിയമം ലംഘിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടി പാലിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു നിയമത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇളവ് നിലവിലുണ്ടായിരിക്കാം. അതറിയാതെ പോയതാകാം. വളരെ വളരെ ശരിയാണ്. അപ്പോ ഇന്ത്യൻ കസ്റ്റംസ് ആക്ടിലെ ഈ ചാപ്റ്റർ 4IC, അതിലെ ആ ഒരൊറ്റ സെക്ഷൻ 11N, ഇത് യഥാർത്ഥത്തിൽ നിയമം നടപ്പാക്കുന്നതിലെ ഒരു പ്രായോഗികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പറയാം. കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അതേസമയം തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാജ്യത്തിന്റെ പൊതുവായ നന്മയെ കരുതി ഇളവുകൾ നൽകാനുള്ള സർക്കാരിന്റെ ഒരു വിവേചനാധികാരത്തെയാണിത് കാണിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ബാലൻസിംഗ് ആക്ടാണ്. നിയമലംഘനം തടയണം, കള്ളക്കടത്ത് തടയണം, രാജ്യസുരക്ഷ ഉറപ്പാക്കണം, ഇതൊക്കെ പ്രധാനമാണ്. പക്ഷേ അതേസമയം തന്നെ നിയമപരമായി നടക്കുന്ന വ്യാപാരത്തെ അനാവശ്യമായ ചുവപ്പ് നാടുകളിൽ കുടുക്കി തടസ്സപ്പെടുത്താനും പാടില്ല. ഈ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കാനുള്ള ഒരു നിയമപരമായ ഉപകരണമാണ് ഈ സെക്ഷൻ 11N. പക്ഷേ ഈ അധികാരം വളരെ ഉത്തരവാദിത്തത്തോടെയും സുതാര്യമായും ഉപയോഗിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ ഈ പൊതുതാൽപര്യം എന്ന വാക്കിനെക്കുറിച്ച് സംസാരിച്ചല്ലോ. ഇത് വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കും. എവിടെയാണ് ആ ശരിയായ അതിർവരമ്പ്? എപ്പോഴാണ് ഒരു ഇളവ് ശരിക്കും പൊതുതാൽപര്യമാകുന്നത്? എപ്പോഴാണത് നിയമത്തിനൊരു പഴുതായി മാറുന്നത്? ഇത് തീരുമാനിക്കുന്നത് അതത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല, അല്ലേ? ഒരുപക്ഷേ ഇതായിരിക്കാം ഈ നിയമത്തിലെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇത് നമുക്ക് തൽക്കാലം ഒരു ചിന്താവിഷയമായി ഇവിടെ നിർത്താം. ഇന്ത്യൻ കസ്റ്റംസ് നിയമത്തിലെ ഈയൊരു പ്രത്യേക വശത്തെക്കുറിച്ച്, ചാപ്റ്റർ IVCയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായൊരു ധാരണ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. നിയമങ്ങൾ പലപ്പോഴും സങ്കീർണമായി തോന്നാമെങ്കിലും അതിനുള്ളിലെ ഇതുപോലുള്ള സാധ്യതകളും ഇളവുകളും ഒക്കെ അറിയുന്നത് വളരെ പ്രധാനമാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി.